നമസ്കാരം. ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര തെളിയും. കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ. ഇത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വല്ലാതെ പെട്ടെന്ന് എക്സ്ക്ലൂസീവ് ആക്കുകയും ബ്രേക്കിംഗ് ആവുകയൊക്കെ ചെയ്ത ഒരു വാർത്തയാണ്. അതിന് നമ്മുടെ മാധ്യമപ്രവർത്തകനായിരുന്ന സഖാവ് നികേഷ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൻ്റെ ഒരു കുറിപ്പ്, അതിൻ്റെ ഒരു പൂർണ്ണരൂപം അതൊന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: എല്ലാ നാട്യങ്ങളും BJP ഉപേക്ഷിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെയും BJPയെയും നിയന്ത്രിക്കുന്നത് ഒരേ ഓഫീസ് തന്നെയാണ് എന്ന് പരസ്യമായി അറിയുന്ന കാര്യം. എങ്കിലും കത്തിടപാടിന് രണ്ട് മേശ ഇടണം. സീൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ. ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര തെളിയുന്ന പോലെ മറ്റൊരു സാധാരണ കാര്യം. ശ്രദ്ധിക്കണ്ടേ അംബാനെ? ഇങ്ങനെ ഉള്ള ഒരു കുറിപ്പാണ് നികേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആശ്ചര്യമുളവാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ മുമ്പ് പലപ്പോഴും ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര തെളിയുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അതിന്റെ അന്വേഷണമൊക്കെ കൃത്യമായി നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സീല് BJP നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് വല്ലാതെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കത്തിൽ BJPയുടെ സീൽ പതിച്ചെന്ന ആരോപണം സത്യത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ആരോപണമായിട്ട് എത്തിയിരിക്കുന്ന CPM ആണ്. കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിലാണ് BJPയുടെ സീൽ ഉണ്ടായതെന്നാണ് CPMന്റെ ആരോപണം. CPM എക്സ്പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2019 മാർച്ച് 19 തയ്യാറാക്കിയ കത്താണ് ഇതേ മെയിലിനൊപ്പം അയച്ചിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഔദ്യോഗിക ഇമെയിൽ സന്ദേശത്തോടൊപ്പമുള്ള കത്തിൽ BJP കേരള ഘടകത്തിന്റെ സീൽ പതിഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെ പിഴവ് സമ്മതിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. ഇത് തികച്ചും സാങ്കേതികമായിട്ടുള്ള ക്ലറിക്കൽ പിശക് മാത്രമാണ് എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. സംഭവിച്ചത് ബോധപൂർവമായ ഇടപെടലല്ലെന്നും കേവലം സാങ്കേതികമായിട്ടുള്ള ക്ലറിക്കൽ പിശക് മാത്രമാണ് എന്നും അവർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച 2019 മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത തേടിക്കൊണ്ട് BJP സംസ്ഥാന ഘടകം CEO ഓഫീസിനെ സമീപിച്ചിരുന്നു. അപ്പോൾ ഇതിനായിട്ട് അവർ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വെച്ചിരുന്ന 2019 കത്തിന്റെ പകർപ്പിലാണ് BJPയുടെ സീൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. BJP നൽകിയ ഈ കത്ത് അശ്രദ്ധ മൂലം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മാർച്ച് 21 തന്നെ ഈ പിശക് ശ്രദ്ധയിൽപ്പെട്ടതായും ഉടൻ തന്നെ ആ നിർദ്ദേശം പിൻവലിച്ച് എല്ലാ പാർട്ടികൾക്കും ജില്ലാ കളക്ടർമാർക്കും അറിയിപ്പ് നൽകിയതായും കമ്മീഷൻ അറിയിക്കുന്നു. എന്നാൽ 2019 മാർച്ച് 19 തീയതിയിലുള്ള ഈ കത്ത് CPM സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതോടുകൂടിയാണ് സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചയായത് എന്നതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരേ സീലാണോ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് CPM സോഷ്യൽ മീഡിയ സെൽ കൺവീനർ MP നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കമ്മീഷൻ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് CPM ഉന്നയിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ഏത് ബട്ടൺ അമർത്തിയാലും താമര തെളിയുന്നു എന്ന ആരോപണങ്ങൾക്കിടെ കമ്മീഷന്റെ കത്തിൽ BJP സീൽ വന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണിയാണ് എന്ന് പാർട്ടി കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരുക്കിയിട്ടുള്ളത് എന്നും ഇത്തരം ക്ലറിക്കൽ പിഴവുകൾ ഉയർത്തിക്കാട്ടി തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരു ബാഹ്യശക്തിക്കും കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം വിവാദ കത്ത് നേരത്തെ തന്നെ പിൻവലിച്ചതാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും സാങ്കേതികമായിട്ടുള്ള ഒരു അശ്രദ്ധ ഭരണഘടനാ സ്ഥാപനത്തെ പ്രതിരോധത്തിലാക്കിയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടത്. ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര തെളിയുന്നത് പോലെ കമ്മീഷന്റെ കത്തിൽ BJPയുടെ സീൽ എന്ന് പറയപ്പെടുന്ന അത്രത്തോളം ഗൗരവമുള്ളതാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സീൽ വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് BJPയുടെ സീൽ വന്നത് എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന പാർട്ടിയുടെ സീലാണുണ്ടോ, അതുകൊണ്ട് വന്നു എന്നൊരു ഉത്തരം നൽകിയാൽ തീരുന്നതാണോ? അത് ഒരിക്കലുമല്ല. അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എന്തിനാണ് BJPയുടെ സീൽ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണ്ടേ? ഇവിടെ നമുക്ക് ഇത് തികച്ചും സാങ്കേതികമായിട്ടുള്ള ഒരു ക്ലറിക്കൽ പിശക് മാത്രമാണ് എന്നൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം പറഞ്ഞു വെക്കുമ്പോഴും ന്യായീകരിക്കുമ്പോഴും ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJP കേരള ഘടകത്തിന്റെ സീൽ പതിഞ്ഞത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി ഈ BJPക്കാരോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകേണ്ടതാണ്.